നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചെറിയ കുട്ടികൾക്ക് എപ്പോഴാണ് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കുക? അതുപോലെ തന്നെ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുത്താൽ എത്രയെല്ലാം വയസ്സിലാണ് അത് പുതുക്കേണ്ടത്? പുതുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതുപോലെ തന്നെ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ നിർബന്ധമായും 2024-25 വർഷത്തിൽ ആധാർ കാർഡിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയ കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചെറിയ കുട്ടികൾക്ക് എന്ന് വേണമെങ്കിലും നമുക്ക് ആധാർ കാർഡ് എടുക്കാം. ജനിച്ചന്ന് മുതൽ എന്ന് വേണമെങ്കിലും നമുക്ക് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കും. അതിന് നമുക്ക് വേണ്ട രേഖകൾ നമ്മുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവ മാത്രമാണ് ആവശ്യമുള്ളത്. ആ സമയങ്ങളിൽ കുട്ടിയുടെ ഫോട്ടോ മാത്രമാണ് ആധാർ കാർഡിൽ എടുക്കുക. കുട്ടിയുടെ ഫിംഗർ പ്രിൻറ്റ്, അതുപോലെ തന്നെ കുട്ടിയുടെ കണ്ണിൻ്റെ സ്കാനിങ് എല്ലാം പിന്നീട് പുതുക്കുന്ന സമയത്താണ് രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കും. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയറായി രേഖപ്പെടുത്തണം എന്നുള്ളത് മാത്രമാണ്. കുട്ടിയുടെ പേര്, മാതാപിതാക്കളുടെ പേര് എന്നെല്ലാം ക്ലിയറാക്കി രേഖപ്പെടുത്തുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മളിപ്പോൾ എടുത്ത ആധാർ കാർഡിൽ പിന്നീട് തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 2025 വന്നതിന് ശേഷം ആധാർ കാർഡിൽ ഓരോ കാര്യങ്ങളും തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് തന്നെ കറക്റ്റായി എടുക്കുക. കുട്ടിയുടെ പേര്, സർനെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയെല്ലാം കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തുക. അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ തെറ്റുകൾ രേഖപ്പെടുത്തും. എന്നിരുന്നാൽ നമ്മൾ അത് കറക്റ്റായി നമ്മൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെയാണ് ഇങ്ങനെ എടുത്ത ആധാർ കാർഡ് പിന്നീട് നമ്മൾ 5 വയസ്സ് കഴിയുന്ന സമയത്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. തുടക്ക സമയത്ത് നമുക്ക് നീല ബോർഡറിലൊരു ആധാർ കാർഡായിരിക്കും ലഭിക്കുക. അതിനുശേഷം നമ്മൾ 5 വയസ്സാകുന്ന സമയത്ത് നമ്മൾ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ആ സമയത്താണ് കുട്ടിയുടെ ഫിംഗറും മറ്റു കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തുക. ആധാർ കാർഡിന് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന രക്ഷിതാക്കൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കൂടെ പോകുന്ന രക്ഷിതാവിൻ്റെ ആധാറിലെ അഡ്രസ്സായിരിക്കും വരിക. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അതിനുശേഷം കുട്ടികൾക്ക് 15 വയസ്സാവുന്ന സമയത്ത് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണം. ആ സമയത്താണ് കുട്ടിയുടെ കണ്ണിൻ്റെ സ്കാനിങ് മറ്റു കാര്യങ്ങളും ആധാറിൽ രേഖപ്പെടുത്തുക. തുടക്ക സമയത്ത് തന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് തന്നെ തെറ്റുകളില്ലാന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അല്ലാത്ത പക്ഷം നമ്മൾ പിന്നെ സ്കൂളിൽ നിന്ന് രേഖ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത്, നമ്മൾ ചെറിയ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളത് തെറ്റുകളില്ലാന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നമ്മൾ ഇനി 5 വയസ്സിന് ശേഷമാണ് ആധാർ കാർഡ് എടുക്കുന്നതെങ്കിൽ, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ ആധാർ കാർഡ് എടുത്തില്ല, 5 വയസ്സിന് ശേഷമാണ് ആധാർ കാർഡ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു രേഖ കൂടി നമ്മൾ ഹാജരാക്കേണ്ടി വരും. കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഒരു ഫോം ലഭിക്കും. ആ ഫോമിൽ നമ്മൾ കറക്റ്റായി പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ എന്നിവയെല്ലാം പതിച്ച് സ്കൂളിൽ നിന്ന് സീലും വെച്ച് നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ അവർ കറക്റ്റായിട്ട് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് ആധാർ കാർഡ് അവർ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസുമായി കാണാം.